ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് അൻവാഉൽ ഇഅറാബ് അഥവാ ഇഅറാബിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ്. ഇഅറാബ് എന്നാൽ ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ അവസ്ഥയാണ് ഇഅറാബ് എന്നതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. ഉദാഹരണത്തിലൂടെ എന്താണ് ഇഅറാബ് എന്നും ഇഅറാബിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അത്വായിറു യഹൂമു, പക്ഷി വട്ടമിട്ട് പറക്കുന്നു. ഈ വാചകത്തിലെ അത്വായിറു എന്ന പദം മുബത്തദ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനം റഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. എന്നാൽ റഫിനെ സൂചിപ്പിക്കുന്ന അടയാളം ഏതാണ്? അതാണ് നമ്മൾ അത്വായിറു എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ കാണുന്ന ലമ്മത്താണ് ഇവിടെ റഫിനെ സൂചിപ്പിക്കുന്ന അടയാളം. റഅയ്തു ത്വായിറ യഹൂമു, ഞാൻ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയെ കണ്ടു. ഇവിടെ നിങ്ങൾ അത്വായിറ എന്ന പദത്തെയാണ് നിരീക്ഷിക്കേണ്ടത്. ഇവിടെ നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് റഅയ്തു ത്വായിറ യഹൂമു എന്ന വാചകത്തിൽ ത്വായിറ എന്ന പദം വന്നിട്ടുള്ളത്. ഇവിടെ നസ്ബിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അടയാളം ഏതാണ്? ഫതഹ്. ഫതഹ് ആണ് നസ്ബിനെ സൂചിപ്പിക്കുന്ന അടയാളം. മൂന്നാമത്തെ ഉദാഹരണമായ നളർത്തു ഇല ത്വായിരി യഹൂമു, വട്ടമിട്ട് പറക്കുന്ന പക്ഷിയിലേക്ക് ഞാൻ നോക്കി. ഇവിടെ ത്വായിർ എന്ന് പറയുന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ജറ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം അതിൻ്റെ മുമ്പിൽ ഇല എന്ന ഹർഫ് ജറ് വന്നിരിക്കുന്നു എന്നതാണ്. ഇവിടെ ജറ് ചെയ്യാൻ വേണ്ടി സൂചിപ്പിച്ചിട്ടുള്ള അടയാളം ഏതാണ്? കസ്ർ. ഈ മൂന്ന് ഉദാഹരണങ്ങളിലെയും അത്വായിർ എന്ന് പറയുന്ന പദത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഘടനയുടെ മാറ്റം അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ വാചകത്തിൽ അത്വായിറു മർഫൂ ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ വാചകമായ റഅയ്തു ത്വായിറ യഹൂമു അതിൽ മൻസൂബ് ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ വാചകമായ നളർത്തു ഇല ത്വായിരി യഹൂമു ഇവിടെ ത്വായിർ എന്ന പദത്തിന് ജറ് ചെയ്യപ്പെടുകയും ചെയ്തു. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി മൂന്ന് ഉദാഹരണങ്ങൾ കൂടിയെടുക്കുകയാണ്. ആദ്യത്തെ ഉദാഹരണം യൂഖിദു അലിയുൻ അൽ മിസ്ബാഹ. രണ്ടാമത്തെ ഉദാഹരണം ലൻ യൂഖിദ അലിയുൻ അൽ മിസ്ബാഹ. മൂന്നാമത്തെ ഉദാഹരണം ലം യൂഖിദ് അലിയുൻ അൽ മിസ്ബാഹ. ഈ മൂന്ന് വാചകത്തിലെയും യൂഖിദു എന്ന് പറയുന്ന മുളാരിയായ ക്രിയയെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെയും നമുക്ക് ഇഅറാബ് എന്താണെന്നും ഇഅറാബിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നും വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ഉദാഹരണമായ യൂഖിദു അലിയുൻ അൽ മിസ്ബാഹ. ഈ ഉദാഹരണത്തിൽ യൂഖിദു എന്ന പദത്തിന് റഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. റഫിൻ്റെ അടയാളമായി ഈ പദത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ളത് ലമ്മത്താണ്. ലമ്മ് വരാനുള്ള കാരണം ഈ യൂഖിദു എന്ന് പറയുന്ന പദത്തിൻ്റെ മുമ്പിൽ നസ്ബ് ചെയ്യേണ്ട അല്ലെങ്കിൽ ജസ്മ് ചെയ്യേണ്ട ഒരു ദ്യോതകവും മുമ്പിൽ വന്നിട്ടില്ല എന്നതുകൊണ്ടാണ്. സ്വതന്ത്രാവസ്ഥയിൽ ഇങ്ങനെ മുളാരിയായ ക്രിയകൾ വന്നാൽ അവ റഫ് ചെയ്യപ്പെടും. അതാണ് യൂഖിദു അലിയുൻ അൽ മിസ്ബാഹ എന്ന ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഉദാഹരണമായ ലൻ യൂഖിദ അലിയുൻ അൽ മിസ്ബാഹ. ഇവിടെ യൂഖിദ് എന്ന് പറയുന്ന പദത്തിന് അവസാനത്തിൽ നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നസ്ബ് ചെയ്യാനുള്ള കാരണം ലൻ എന്ന ദ്യോതകം അതിൻ്റെ മുമ്പിൽ വന്നു എന്നതുകൊണ്ടാണ്. നസ്ബിനെ കുറിക്കാൻ ഇവിടെ വന്നിട്ടുള്ള അടയാളം ഫതഹത്താണ്, ലൻ യൂഖിദ. മൂന്നാമത്തെ ഉദാഹരണം ലം യൂഖിദ് അലിയുൻ അൽ മിസ്ബാഹ. ഇവിടെ യൂഖിദ് എന്ന് പറയുന്ന പദത്തിൻ്റെ അവസാനത്തിൽ ജസ്മ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജസ്മ് ചെയ്യാനുള്ള കാരണം ലം എന്ന ദ്യോതകം അതിൻ്റെ മുമ്പിൽ വന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ലം എന്ന അദാത്ത് മുൻകടന്നു വന്നപ്പോൾ മുളാരിയായ ക്രിയക്ക് ജസ്മ് ചെയ്യപ്പെട്ടു. ജസ്മിൻ്റെ അടയാളം സുക്കൂനാണ് താനും. ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായ കാര്യം മുളാരിയായ ക്രിയകളും മോറബ് വിഭാഗത്തിലാണ് ഉൾപ്പെടുക എന്നാണ്. എന്നാൽ മുളാരിയായ ക്രിയകൾ മബിനിയാകുന്ന അവസരങ്ങളുണ്ട്. അവ ശേഷം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഇഅറാബ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഏതൊക്കെയാണ് ഇഅറാബിൻ്റെ ഇനങ്ങൾ? ഇഅറാബിൻ്റെ ഇനങ്ങൾ 4 എണ്ണമാണ്. റഫ്, നസ്ബ്, ജർ, ജസ്മ്. അവയെ കുറിക്കുന്ന അടയാളങ്ങൾ ഏതൊക്കെയാണ്?
റഫിനെ കുറിക്കാൻ വേണ്ടി പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന അടയാളം ലമ്മത്താണ്. നസ്ബിനെ കുറിക്കാൻ വേണ്ടി വരുന്നത് ഫതഹത്താണ്. ജറിനെ കുറിക്കാൻ വരുന്നത് കസറത്താണ്. ജസ്മിനെ കുറിക്കാൻ വരുന്നത് സുക്കൂനുമാണ്. ഇപ്പോൾ നാം എന്താണ് ഇഅ്റാബ് എന്നും ഇഅ്റാബിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നും അവയുടെ അടയാളങ്ങൾ എന്താണ് എന്നും മനസ്സിലാക്കി.